ഹായ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ വിശാഖ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിനിയിപ്പോൾ കുറച്ച് വീഡിയോ അങ്ങോട്ട് ഇടുന്നതെല്ലാം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നാടൻ വിഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള വീഡിയോകളാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന വീഡിയോ ഒരു ചേമ്പിൻ്റെ തണ്ട് ഉപയോഗിച്ചിട്ടുള്ള അടിപൊളി വറുത്തരച്ചൊരു തീയലാണ്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറന്നു വരുത്. അപ്പോൾ നമുക്ക് സമയത്ത് കളയാണ്ട് നേരെ വീഡിയോയിലോട്ട് പോകും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ചേമ്പിൻ്റെ 2 തണ്ട് കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ നിൽപ്പുണ്ട്. അത് ചെറുതാണ് സാധനം, എന്നാലും ഒരു 2 എണ്ണം നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാനല്ല വയ്ക്കുന്നത്, അമ്മയാണ് ചെയ്യുന്നത്. കട്ട് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ അതിൻ്റെ പുറത്ത് സൈഡിൽ കാണുന്ന തൊലിയൊക്കെ ഇതേപോലെ ചെത്തി കളയണം. കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് അതിനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഫുള്ളായിട്ട് നമ്മൾ തൊലി കളഞ്ഞത് ഇതേപോലെ ആക്കിയെടുക്കണം. എന്നിട്ട് നമുക്കതിനെ ചെറിയ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഫുള്ളായിട്ട് നമുക്കിങ്ങനെ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ഇതിൽ ചേർക്കാൻ വേണ്ടി നമ്മൾ സവാള കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത സവാള, തക്കാളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത്രയും സാധനങ്ങളാണ് ഇതല്ലാതെ ഇതിനകത്ത് ചേർക്കുന്നത്. ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ റെഡിയാക്കി മാറ്റി വെച്ചതിന് ശേഷം ഒരു തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അത് നമ്മൾ ഓയിലൊന്നും ഒഴിക്കാതെ തന്നെ ഒരു ചട്ടിയിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് വറുത്തത് ഈ ഒരു പരുവത്തിന്, ഒരുപാടങ്ങ് കരിഞ്ഞു പോകരുത്, ഈ ഒരു പരുവത്തിനാക്കി എടുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്കിത് കുക്ക് ചെയ്യാൻ തുടങ്ങാം. ഒരു പാത്രത്തിൽ നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള സവാള അതിനകത്ത് ഇട്ട് കൊടുക്കാം. സവാളയുടെ കൂടെ തന്നെ നമ്മൾ നേരത്തെ കാണിച്ചിരുന്ന വെളുത്തുള്ളി അത് കട്ട് ചെയ്തിട്ടില്ല, തൊലി കളഞ്ഞെടുത്തതാണ്. കഴുകിയെടുത്ത് തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുള്ള അതും കൂടി ഇട്ട് എടുത്തിട്ട് നല്ലോണം ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുന്ന രീതി വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവാള കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളിയും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചേമ്പിൻ്റെ തണ്ടും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ആദ്യം തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ സവാള ഉപയോഗിച്ചാണ് വെക്കുന്നതെങ്കിൽ ഏറ്റവും നല്ല ടേസ്റ്റ് എന്ന് പറയുന്നത് കൊച്ചുള്ളി ഉപയോഗിച്ച് വെക്കുന്നതാണ്. നിങ്ങൾ എന്തായാലും അത് വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കരിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഒത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡറാണ് ഏറ്റവും നല്ലത്, കുറച്ച് നല്ല കളർ കിട്ടും. എന്നിട്ട് ഇതിനെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ പൊടികളൊക്കെ ഫുള്ളായിട്ട് ഇതിൽ പിടിക്കുന്ന രീതിയിൽ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ നമ്മൾ മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം മിക്സിയിലിട്ട് വെള്ളം ഒഴിച്ചൊന്ന് അടിച്ചെടുത്തതാണ്. അപ്പോൾ അതിനെ കൂടി നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. അത് മാത്രം പോരാ, അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇങ്ങനെ ലൂസാക്കി എടുക്കണം. ഇനി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് നല്ല വാളംപുളി പിഴിഞ്ഞെടുത്ത വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം.
അതിനുശേഷം ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ വീഡിയോയിൽ കാണാത്തൊരു സംഭവമുണ്ട്. അതായത് വറ്റൽമുളക് നമ്മൾ വേറൊരു പാത്രത്തിൽ ഒന്ന് വറുത്തെടുത്ത് ഇതിലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോയിലില്ല, നിങ്ങളത് ചെയ്യണം, നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനുശേഷം നമ്മൾ കുറച്ച് മല്ലിയില, അതേപോലെ തന്നെ കരിവേപ്പില, അതും കൂടി നമ്മൾ കരിവേപ്പില ആദ്യം ഇട്ട് കൊടുത്തെങ്കിലും അവസാനം ഒന്നുകൂടി ഇടണം. അപ്പോഴത്തേക്ക് നല്ലൊരു മണമൊക്കെ കിട്ടും. വറ്റൽമുളകിൻ്റെ കാര്യം മറന്നു പോകരുത്. ഇനി നല്ല കുരുമുളക് പൊടിയും കൂടി നമുക്ക് മേൽഭാഗത്ത് കുറച്ചിട്ട് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഒരു 2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ടൈറ്റായി കിട്ടും. കുറച്ചുകൂടി ഒന്ന് ടൈറ്റായി വരും. അപ്പോഴത്തേക്ക് കുറച്ച് നല്ല ടേസ്റ്റ് കൂടി കൂടും. അങ്ങനെ ആകുമ്പോഴത്തേക്ക് കുരുമുളകിൻ്റെ ആ ഫ്ലേവറൊക്കെ അതിനകത്ത് പിടിച്ച് വരും. അപ്പോൾ ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി തീയൽ റെഡിയാണ് ഇട്ട് നമുക്ക് കിട്ടും. ചോറൊക്കെ കഴിക്കുന്നതിന് വേണ്ടി നമുക്ക് മീനൊന്നും ഇല്ലാതെ തന്നെ അടിപൊളി ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിരിക്കണം. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.